ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന. 4-ാം ദിനം. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്നിടിയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഈ സമയത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചേരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഭവം: പരിശുദ്ധ മറിയത്തിൻ്റെ 1-ാം വെളിപ്പെടുത്തൽ. സ്ഥലം: പോവാദായറിയ, പോർച്ചുഗൽ. മെയ് 13, 1917. പതിവ് പോലെ ആടുകളെ മേയ്ക്കാൻ പോയ ഇടയ ബാലകരായ ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും അവൻ്റെ സഹോദരി ജസീന്തയ്ക്കും ഒരു ദിവ്യമായ അനുഭവം ഉണ്ടായി. അവരുടെ അരികിൽ ഒരു മരത്തിന് മുകളിലായി വെൺമഞ്ഞ് പോലെ വിളങ്ങുന്ന ഒരു സ്ത്രീ രൂപം. ഒരു തവണയെ അവർ നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ ആ ശോഭയുടെ നിറവിൽ ഭയന്ന് അവർ പാറക്കെട്ടിലേക്ക് മുഖം തിരിച്ചു. അപ്പോൾ മൃദുവായ സ്വരത്തിൽ തൂവെള്ള വസ്ത്രവും കൈകളിൽ ജപമാലയും ഏന്തിയ ആ സ്ത്രീ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. ലൂസിയ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന്, ആ സ്ത്രീ ഉത്തരം നൽകി. അത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഭയം അകന്നു. ലൂസിയ ചോദിച്ചു, ഞങ്ങൾ നിനക്കായി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടാനാണ്. ഇന്ന് മുതൽ വരുന്ന 6 മാസങ്ങളിൽ ഇതേ ദിവസം, അതായത് 13-ന് ഇതേ മണിക്കൂറിൽ നിങ്ങൾ ഇവിടെ വരണം. ഞാൻ ആരാണെന്നും നിങ്ങളിൽ ഞാൻ എന്താഗ്രഹിക്കുന്നു എന്നും അപ്പോൾ നിങ്ങളോട് പറയാം. അതിനുശേഷം 7-ാമത്തെ ഒരു തവണ കൂടി ഞാൻ വരും. ആ സ്ത്രീ അവരോട് പറഞ്ഞു. ലൂസിയ ചോദിച്ചു, ഇനിയും കുറെ കാലം യുദ്ധം തുടരുമോ, അതോ അതിനവസാനമുണ്ടാകുമോ? അത് 1-ാം മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു. സ്ത്രീ പറഞ്ഞു, ഇതിനുള്ള ഉത്തരം ഞാൻ ആരാണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ലൂസിയ ചോദിച്ചു, എനിക്കും സ്വർഗത്തിൽ എത്താൻ സാധിക്കുമോ? അതെ, നീ സ്വർഗത്തിലെത്തും. അപ്പോൾ ജസീന്തയോ? അവളും സ്വർഗത്തിലെത്തും. അപ്പോൾ ഫ്രാൻസിസ്കോ? അവനും. പക്ഷേ അവനോട് കൂടുതൽ ജപമാല ചൊല്ലാൻ നീ ആവശ്യപ്പെടണം. അപ്പോൾ മരിയാഡോസ് നവേസ് ഇപ്പോൾ സ്വർഗത്തിലുണ്ടോ? അതെ, അവൾ സ്വർഗത്തിലാണ്. അപ്പോൾ അമേലിയ? അവൾ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്. ലോകാവസാനത്തിൽ അവൾ സ്വർഗരാജ്യം പോകും. സ്ത്രീ തുടർന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവത്തിന് നൽകുവാനും
ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുവാനും സമ്മതമാണോ? എന്നാൽ അത് യേശുക്രിസ്തുവിൻ്റെ പീഡകളേറ്റുള്ള മരണത്തിനുള്ള സാക്ഷ്യവും ലോകത്തിലുള്ള അനേക പാപികളുടെ പാപത്തിന് അവിടുത്തെ മുൻപിൽ പരിഹാരവുമായി തീരും. അതെ, ഞങ്ങൾക്ക് സമ്മതമാണ്, അവർ ഉത്തരം നൽകി. നിങ്ങൾ ഇപ്പോൾ മുതൽ അധികമായി സഹിക്കാൻ പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ആശ്വാസമായി തീരും. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ തൻ്റെ 2 കരങ്ങളും അവരിലേക്ക് ആദ്യമായി നീട്ടി. അപ്പോൾ വലിയ പ്രകാശം ആ കൈകളിൽ നിന്ന് വമിക്കുകയും അത് അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതും അത് അവരുടെ ആത്മാവിനെ സ്പർശിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു. അവർ അവരെ തന്നെ ദൈവത്തിനുള്ളിലായി കാണാൻ തുടങ്ങി, ഒരു കണ്ണാടിയിലൂടെ കാണുന്നതിനേക്കാൾ വ്യക്തമായി. അവർ മുട്ടിൽ വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഏറ്റവും പരിശുദ്ധമായ ത്രിത്വമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ ഞാൻ പരിശുദ്ധ കൂദാശയിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ സ്ത്രീ പറഞ്ഞു: ലോകത്തിൽ സമാധാനം പുലരുവാനും യുദ്ധങ്ങൾ അവസാനിക്കുവാനും നിങ്ങൾ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞ് ആ സ്ത്രീ രൂപം മറിഞ്ഞു. സുകൃത ജപം. എൻ്റെ മാതാവേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്.